നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL കമ്പനിക്ക് ഇത്രയധികം കരിമണൽ എവിടെ നിന്ന് ലഭിച്ചു? ഇതാണ് പ്രധാന ചോദ്യം. CMRLനും KSIDCക്കും അടാറ് പണി വരുന്നുണ്ടെന്ന് സാരം. കേന്ദ്ര ഏജൻസി കൃത്യമായ അന്വേഷണവുമായി മുൻപോട്ട് പോകുകയാണെങ്കിൽ വീണ വിജയനിലേക്ക് വരെ നീളും ഇതിന്റെ കണ്ണി. പക്ഷേ കേന്ദ്രം ഇവിടെ രാഷ്ട്രീയമാണ് പുറത്തെടുത്തിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. കേരള പോലീസ് സുരേഷ് ഗോപിയെ പൂട്ടാൻ പല അടവും പുറത്തെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തിരക്കിട്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസി കർത്തയിൽ പിടിമുറുക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വീണയ്ക്ക് പണി വരുന്ന വഴിയാണത്. അതായത് അവസരം മുതലെടുത്തുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്ന ആരോപണം ശക്തമാകുന്നു. പിണറായി വിജയനെയും മകളെയും പൂട്ടാനുള്ള പലതും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട്. അതേപോലെ കേരള BJPയിലെ നേതാക്കളെ പൂട്ടാനുള്ള പലതും പിണറായി വിജയന്റെ കയ്യിലുമുണ്ട്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടയിൽ ഇര കൊളുത്തി കളിക്കുന്നുവെന്ന് മാത്രം. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ഗുരുതര വകുപ്പുകൾ ചാർത്തിയ ചർച്ച നടക്കുന്നതിനിടെയാണ് പുതിയ വാർത്ത. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിനും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഫലത്തിൽ ഇത് അന്വേഷണമായി മാറും. CMRL നൽകുന്ന വിശദീകരണം നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നൽകാത്ത സേവനത്തിന് പണം കൈമാറിയെന്ന ആരോപണത്തിലാകും പ്രധാന അന്വേഷണം. മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഇന്നേക്കകം ബോധിപ്പിക്കാനാണ് കമ്പനികാര്യ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നോട്ടീസ്. CMRL കമ്പനിയുടെ 13.4% ഓഹരി ഉടമസ്ഥത KSIDCക്കുള്ളതിനാലാണ് അവർക്കും നോട്ടീസ് അയച്ചത്. ISBയുടെ ശുപാർശ അനുസരിച്ച് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി ഓഹരി ഉടമ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആരോപണങ്ങൾ അടങ്ങുന്ന ചോദ്യാവലിയും നോട്ടീസിനൊപ്പം നൽകിയിട്ടുണ്ട്. 19 ആരോപണങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ഏറെ നിർണായകമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാർ 2019 മാർച്ച് 1 സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചതിന് ശേഷവും CMRL കമ്പനിക്ക് ഇത്രയധികം കരിമണൽ എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ് ഇതിലേറ്റവും പ്രധാനം. ഇതിന് KSIDC നൽകുന്ന മറുപടി നിർണായകമാണ്. ഈ മറുപടി കിട്ടിയ ശേഷം പിണറായി വിജയന്റെ മകൾ വീണ വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും എല്ലാം കേന്ദ്ര ഏജൻസി നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട്. ഇതിൽ കരിമണൽ കർത്തയുടെ കമ്പനിയായ CMRL നൽകുന്ന മറുപടിയാകും നിർണായകം.